സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. 5 ദിവസം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്ക കൊടുത്തത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സംവിധായകനാണ്. രഞ്ജിത്തിന്റെ അടിപൊളി സിനിമകളല്ല, നല്ല സിനിമകളൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഒരു കാലിക്കാമുറി ഷൺമുഖൻ എന്ന് പറയുന്ന വേഷവുമായിട്ട് മമ്മൂക്ക നമ്മുടെ രഞ്ജിത്തിനൊപ്പം ചേർന്ന ഒരു സിനിമ ചെയ്തത്. ബ്ലാക്ക് എന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര്. കുറേ കാലങ്ങൾക്ക് മുമ്പായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്യുന്ന നോക്കുന്ന സമയത്ത് ആ കാരിക്കാമുറി ഷൺമുഖനെ ഗംഭീരമായിട്ട് വാഴ്ത്തപ്പെടുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ആ ഒരു സംഗതി ഇത്ര അധികം വാഴ്ത്തപ്പെടുന്നത്? നോക്കി, അങ്ങനത്തെ ഒരു ചോദ്യം പോലും ഇപ്പോൾ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ആ ചോദ്യം: വൈ ഈസ് കാരിക്കാമുറി ഷൺമുഖൻ നോട്ട് ഡിസ്കസ്ഡ് ഓർ സെലിബ്രേറ്റഡ് ആസ് മച്ച് ആസ് ബിലാൽ ജോൺ ഓർ അന്യൂറ്റി മൈക്കൽ? നമ്മുടെ സിനിമാ ലോകത്ത് നന്നായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് ബിലാൽ. ഒപ്പം തന്നെ അന്യൂറ്റിൽ മൈക്കൽ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഭീഷ്മപർവ്വത്തിലെ. ഈ രണ്ട് കഥാപാത്രവും ചർച്ച ചെയ്യുന്നത് പോലെ എന്തുകൊണ്ടാണ് കാരിക്കാമുറി ഷൺമുഖൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ ചർച്ച ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ഒരു ചോദ്യം. 2004 രഞ്ജിത്തിന്റെ ആ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമ കാണുന്നത്. ഒരു സ്റ്റൈലിഷ് നായകനായിരുന്നു. അങ്ങനെയാണ് അതിൽ മമ്മൂക്ക വന്നത്. ഒരു ബ്ലാക്ക് വേഷമായിരുന്നു. ഇപ്പോൾ ഈ ഒരു പുത്തൻ സിനിമയുടെ ചർച്ച കൂടുതലായിട്ട് നടക്കുന്നത് ഇപ്പോഴത്തെ ഏകദേശം 10-22 വർഷം കഴിഞ്ഞിരിക്കുന്നു. 22 വർഷം കഴിഞ്ഞിരിക്കുന്നു ആ ഒരു സിനിമ കഴിഞ്ഞിട്ട്. ഇപ്പോൾ വീണ്ടും നമ്മുടെ തുടരുന്ന് വന്ന സിനിമയിലെ പോലീസുകാരനായിട്ട് അഭിനയിച്ച ഒരു ചങ്ങാതിയുണ്ട്. അദ്ദേഹം അഭിനയിക്കുന്ന ഒരു പുതിയ സിനിമയിൽ മമ്മൂക്ക അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹമൊക്കെയാണ് അതിലത്തെ ലീഡ് വേഷം. മമ്മൂട്ടി ഇതിൽ ഒരു പ്രധാന വേഷമല്ല, അതിഥി വേഷത്തിലാണ്. അങ്ങനെ ഒരു അതിഥി വേഷത്തിലേക്ക് വന്ന് അഭിനയിച്ചു പോകാൻ വേണ്ടി തയ്യാറാകുന്നു മമ്മൂട്ടി എന്നുള്ളതാണ്. അതും ആ കാരിക്കാമുറി ഷൺമുഖനെയാണ്. ആ സിനിമ കണ്ടവർക്കറിയാം. സിനിമയുടെ അവസാനം താൻ ചെയ്ത കുറ്റങ്ങളെല്ലാം അയാളെ അതിഗംഭീരമായിട്ട് മതിച്ചതിന്റെ ഭാഗമായിട്ട് ഈ മാതിരി കുരുത്തക്കേട് പരിപാടികളും ഈ കൊട്ടേഷൻ പരിപാടികളൊക്കെ വിട്ടിട്ട് അയാൾ ഏതൊരു മല കയറുകയാണ്. അങ്ങനെ ഈ സംഗതികളെല്ലാം വിട്ട് മല കയറിയ മനുഷ്യൻ വീണ്ടും അതേ വേഷവുമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മമ്മൂക്ക ഒരു കറുത്ത ആ കാരിക്കാമുറി ഷൺമുഖൻ ധരിച്ച പോലെ തന്നെയുള്ള ഒരു വേഷത്തിലാണ്. നോക്കൂ, കണ്ടില്ലേ? ഇതാണ് കാരിക്കാമുറി ഷൺമുഖൻ്റെ ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയിലെ വേഷം. ഇങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു അന്ന് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി പിടിച്ചത്. ഇവിടെ ഈ ഒരു ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ ഈ ഒരു വേഷം നോക്കുകയാണെങ്കിൽ ഇതും ഏകദേശം അതുപോലുള്ളൊരു ഷർട്ടാണ്. ചെവിയിൽ എന്തോ ഒന്ന് വെച്ചിട്ടുണ്ടല്ലോ. ചെവിയിൽ ഒന്നും വെച്ചതല്ല, ചെവിയിലൊരു കമ്മൽ അണിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആ ഒരു ഡ്രസ്സോട് കൂടിയിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് വീണ്ടും ഇദ്ദേഹം ആ പഴയ വേഷത്തിലേക്ക് തന്നെ എത്തുകയാണോ, ഇത് ലൊക്കേഷൻ സ്റ്റില്ലാണോ, ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. തൊട്ടുപുറകിൽ നമുക്ക് രഞ്ജിത്തിനെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംശയിക്കാവുന്നതേ ഉള്ളൂ, ഇതൊരു പക്ഷേ ലൊക്കേഷൻ സ്റ്റില്ലായിരിക്കും. അതിനു മുമ്പായിട്ട് ആ കരിക്കാമുറി ഷൺമുഖൻ്റെ വേഷവും ഇട്ടിട്ട് അതേ ഹെയർ സ്റ്റൈലുമായിട്ട് ഈ ചെങ്ങാതി വന്ന് നിൽക്കുകയായിരിക്കും എന്ന് പറയുന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായിട്ട് നടക്കുന്നത്. ഈ ഒരു സിനിമ കാണുമ്പോൾ എനിക്കൊരു പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ് ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നിയില്ല. ഇനി എൻ്റെ പ്രിയപ്പെട്ട ആളുകളുടെ നിങ്ങൾക്ക് ആ ഒരു വേഷം ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടം? എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടമായി എന്ന് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കഥാപാത്രത്തെ കുറിച്ചിട്ട് കൂടുതൽ ചർച്ചയിലേക്ക് ഇറങ്ങാമായിരുന്നു തോന്നിപ്പോയി. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.